അല്ലേ നാണിയമ്മ അടിച്ചു വരികയാണോ? അല്ല പൊന്നരിക്ക, എന്തിനാണ് ഇങ്ങനെ സോപ്പിടുന്നത്? കാര്യം എന്താണെന്ന് പറ. ഞാനിവിടെ ഉള്ളപ്പോ നാണിയമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചാ എനിക്ക് മഹാഭാവമാ. അതിങ്ങി തന്നെ പൊന്ന് ഞാൻ അരിച്ചോളാം. നാണിയമ്മേ, സൂപ്പ് റെഡിയായോ? സൂപ്പോ? ആ, റൈസ് സൂപ്പ്. അത് കുടിച്ചാൽ ബ്രൂസ്ലിയെ പോലെ ആവുന്നു നാണിയമ്മയല്ലേ പറഞ്ഞത്? പറഞ്ഞത് ശരിയാ, പക്ഷെ സൂപ്പ് കുടിച്ചാൽ നിനക്ക് കുറച്ച് കൊഴുപ്പ് കൂടും. ഒടുവിൽ വല്ലോരും തല്ലിക്കൊന്ന ഞാൻ സമാധാനം പറയണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നാണിയമ്മയുടെ മൾട്ടി സൂപ്പ് കഴിച്ച് ഞാൻ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം പ്ലീസ്. ആ ശരി, തരാം. വേഗം വരണേ. ഇങ്ങനെ ഉണങ്ങി നിൽക്കാതെ നാണിയമ്മയെ സോപ്പിട്ട സൂപ്പ് കുടിക്കാം. എനിക്കാരുടെ സോപ്പും വേണ്ട സൂപ്പും വേണ്ട. സോപ്പും വേണ്ട ചീപ്പും വേണ്ട, സൂപ്പ് മാത്രം മതിയായി. കൊടുത്തേട്ടെ സാർ. ആ കൊടുത്തേ. ശരി ശരി സാർ ഇറങ്ങട്ടെ. ഓക്കെ, നമസ്കാരം. നമസ്കാരം. ആ, ഇതാര് കേശുതായാലോ? എല്ലാം കഴിച്ചു. എന്താ ഇവിടെ? ഞാനിവിടെ ഒരാളിനെ താൻ ചെന്ന് തന്നെ അമേരിക്കൻ റാണിയോട് പറഞ്ഞേര്, അവൾ 7 ജന്മം ജനിച്ചു വന്നാലും ഈ മേനോനെ തോപ്പിക്കാൻ പറ്റില്ലെന്ന്. ആ ഞാൻ ഇതുവരെ കണ്ട വീടുകളിൽ വെച്ച് ഏറ്റവും നല്ലത്. ഇത് കൊള്ളാലോ, നല്ല ഉഗ്രൻ ഫോറിൻ സ്റ്റൈലും. തോമാച്ചനാണല്ലോ. നല്ല ആർക്കിടെക്ട് ആണ് ഇത് വരച്ചത്. എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങും ചെയ്യും. ആ ചേട്ടൻ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഒന്നുമില്ല, ഒരു വീട് അന്വേഷിക്കായിരുന്നു. ആരുടെ വീടാ? ഈ ഏരിയയിലാണോ? അതല്ലെന്ന്, വാങ്ങാൻ, വിലക്ക് വാങ്ങാൻ. അപ്പൊ പിന്നെ ഇപ്പൊ താമസിക്കുന്ന വീടോ? അതില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ. അങ്ങനെ ആവുമ്പോ ഇപ്പൊ ചേട്ടന് ധാരാളം കാശ് ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട് ഉണ്ട്, വരും വരുത്തും. എങ്ങനെ, ഗൾഫിൽ നിന്നാണോ? കുഴലി? ഗൾഫിലെ കോയിലും പൈപ്പൊന്നുമല്ല, ഇവിടുന്ന് തന്നെ. കാശ് മാത്രല്ല, കാറും വരും. അതേത് കാറ്? മാരുതി. ഓ, മാരുതി കാറ്. 1 ലക്ഷം രൂപ മാരുതി കാറ്. അത് തന്നെ. അപ്പൊ പിന്നെ ഈ വീടൊക്കെ എന്താ ചേട്ടാ നോക്കുന്നേ? ഇതെന്തോന്ന് ചീള് കേസല്ലേ? ചേട്ടൻ നേരെ PTP ലോട്ട് വിട്. അവിടെ ഉണ്ണുണ്ണി മുതലാളിയുടെ ബംഗ്ലാവ് 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനിട്ടിരിക്കുക. നേരോ? ആ, ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ബംഗ്ലാവാ. കാറ് കയറും. കാർ മാത്രമല്ല, കപ്പലും കയറും. ഇനി ചേട്ടൻ മാത്രം അങ്ങോട്ട് കയറിയാ മതി. ഉണ്ണുണ്ണി മുതലാളി PTP നഗർ. അത് തന്നെ, പേര് മറക്കണ്ട. ഉണ്ണുണ്ണി മുതലാളി PTP മുതലാളി ഉണ്ണുണ്ണി നഗർ. ഏത് ഉണ്ണുണ്ണി, ഏത് PTP? ആ, കറങ്ങട്ടെ. കറങ്ങാനാണ് യോഗമെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടിപ്പോ ദിവസം 2 എപ്പോഴാ വീട് മാറിക്കൊടുക്കണ്ടേ? എത്രയും വേഗം. വാടക വീട്ടിൽ പോകാനാ വിധിയെങ്കിൽ അത് മാറ്റാൻ പറ്റില്ലല്ലോ. സാധനങ്ങളൊക്കെ മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യണം. ദേ ശാരദ വരുന്നു. ഇതാര്? ശാരദയോ? വാ വാ. ഞാൻ സ്വന്തം കൊണ്ടാടാൻ വന്നതല്ല. പിന്നെ വീടെപ്പോ ഒഴിഞ്ഞേരുമെന്ന് അറിയാനാ വന്നത്. വീട് ഒഴിഞ്ഞു തരാനോ? എനിക്കും കൂടി അവകാശപ്പെട്ട വീടാ എഴുതി വിറ്റത്. എന്ന് വെച്ച് അതിന്റെ ഓഹരി ചോദിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കണ്ട് രസിക്കാനായിരിക്കും. അല്ല, വീടിന്റെ താക്കോല് വാങ്ങിക്കാൻ. താക്കോലോ? അതെ, വേറെ ആളിനെ വെച്ച് വീടും പറമ്പ് വിലക്ക് വാങ്ങിച്ചത് ഞാനാ. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് വീടൊഴിഞ്ഞ് താക്കോൽ കൊടുത്തയക്കണം. നീ ചതി കൊണ്ടെന്നെ തോപ്പിക്കായിരുന്നല്ലേ? എന്റെ മോൻ നിങ്ങളുടെ ചതിയിൽപ്പെടാതിരിക്കാൻ ഇതേ ഉള്ളൊരു വഴി. ഒഴിഞ്ഞു പോകുന്നോടെങ്കിലും ശല്യം തീരുമല്ലോ. താക്കോലിന് കേസ് നേരെ അയക്കും. ഇത് വൻ ചതിയാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഇടയ്ക്ക് നിന്ന് നമ്മളെ ചതിച്ചതാ കേസ് നായര. അവനെ ഞാൻ വെറുതെ വിടില്ല. സുധാകരൻ എവിടെ? സുധാകര! കേശനായരെ, ഒന്ന് നിക്ക്. കേശനായരെ, താക്കോല് വേണ്ടേ? അതിനെന്താ കുഞ്ഞേത്ര തിടുക്കം? ശാരദാ നായരങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. താക്കോൽ എപ്പ വേണമെങ്കിലും ഏൽപ്പിക്കാം. അത് വേണ്ട, ഇപ്പൊ തന്നെ തന്നേക്കാം. താൻ വണ്ടിയിലോട്ട് കയറ്. പിന്നെ മതി. കേറടോ. പിന്നെ മതിയെന്നേ. കേറ്. എന്തിനാ?
എന്തോ ദേവനോടെ ദേവസാർ ഡൽഹിക്ക് പോയല്ലോ. ഡൽഹിക്കോ? കഴിഞ്ഞ ആഴ്ച പോയതല്ലേ? എന്തോ അത്യാവശ്യ കാര്യമാ, ഒരാഴ്ച കഴിഞ്ഞ് വരുള്ളൂ കൊച്ചമ്മയോട് പറയാൻ പറഞ്ഞു. എന്നോട് പറയാതെ അവൻ പോയോ? ഒരു പെങ്കൊച്ചാ ഫോൺ ചെയ്തത്, ഗേൾഫ്രണ്ട് എന്നാ പറഞ്ഞത്. ഗേൾഫ്രണ്ടോ? ഏത് ഗേൾഫ്രണ്ട്? ഏതെന്നാ? ശാരദാമ്മേ, അയ്യോ, എന്തൊക്കെ ഷെയർ ചെയ്ത്? എന്ത് പറ്റി? ആ സുധാകരൻ എന്നെ കടത്തിക്കൊണ്ടുപോയി വസ്തു എഴുതിപ്പിച്ച് തന്നതിന് അവരെന്നെ തല്ലി ചതച്ചു. ഓ, റൗഡിസമാണോ? അവരെന്നെ ജീവനോടെ വിട്ടെന്നേ ഉള്ളൂ. അവൻ തല്ലിയത് കേസ് നായരെയല്ല, എന്നെയാണ്. ഇനി അവൻ ആരും തല്ലില്ല. കണ്ണിച്ചോരയില്ലാത്തവള്, കൊല്ലാത്തത് ഭാഗ്യം. പണം കൊണ്ട് എന്തുവാകാന്ന് അവള് കരുതിയിരിക്കുന്നത്. മതിയമ്മേ, ഒന്ന് പതുക്കെ. നേരത്തെ ഞാൻ പറഞ്ഞതാ അച്ഛനോടും മോനോടും തല്ലിനും വഴക്കിനൊന്നും പോവണ്ടാന്ന്. എന്നിട്ടിപ്പോ എന്തായി? ശരിക്ക് വാങ്ങിക്കെട്ടിക്കൊണ്ട് വന്നില്ലേ? അച്ഛൻ സ്ഥലത്തില്ലാതെ നന്നായി, ഇല്ലെങ്കി ഇത് മതിയായിരുന്നു അടുത്ത വിപ്ലവത്തിന്. എങ്ങനെ ഇതിന് മനസ്സ് വന്നെന്നാ എനിക്ക് പിടി കിട്ടാത്ത. അവക്കും ഇല്ലേ ഒരു മോൻ? ഞാനിതിന് പകരം ചോദിച്ചില്ലെങ്കിൽ മതി മതി, കൊണ്ടതും കൊടുത്തതും ഒക്കെ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒരു പെങ്കൊച്ചുള്ളതിനെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്റെ ഈശ്വര. ദേവാ, നീ എങ്ങോട്ടാ? അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. ഡൽഹിക്കോ ബോംബെക്കോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷെ എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. അമ്മ രാവിലെ തന്നെ തുടങ്ങിയല്ലോ, കല്യാണക്കാരിയായിരിക്കും. കല്യാണക്കാര്യം തന്നെ. അമ്മയ്ക്ക് രാവിലെ മുതൽ കല്യാണം കല്യാണം ഈ ഒരു മന്ത്രവും ജപിച്ചുണ്ടെങ്കിൽ ഇരുന്നാൽ മതി. എനിക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ വേറെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയോ? എടാ, നീ വഴിതെറ്റി പോകാതെ നോക്കാണ്ട എന്റെയും കൂടെ ഉത്തരവാദിത്തമാ. അതിനിപ്പോ ആരാ ഇവിടെ വഴിതെറ്റി പോയത്? അമ്മ മനുഷ്യന് ഉയർത്തി വരുമ്പോ കൂടുതൽ ചീപ്പാവരുത്. നീ എപ്പ ചീപ്പാവുന്നത്? എന്തിനാ നീ വാല് പൊക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാനിപ്പോ എന്താ വേണ്ടത്? അമ്മ പറയുന്നിടത്തൊക്കെ ഞാൻ പെണ്ണ് കാണാൻ വരണം, അത്രയല്ലേ ഉള്ളൂ. വരാം, എവിടെ വേണോ വരാം. സത്യമാണോ? സത്യം. നിന്റെ ഈ ഒരു വാക്ക് മതി എല്ലാം നേരെയാവാൻ. പക്ഷെ അമ്മ എനിക്കും ഒരു വാക്ക് തരണം. എന്താ? വെറുതെ ശ്രീദേവിയെ തെറ്റിദ്ധരിക്കില്ലാന്ന്, ആ കുടുംബത്തെ അവിടെ നിന്ന് ഇറക്കി വിടില്ലാന്ന്. ശരി, നീ വാക്ക് പാലിച്ചാൽ ഞാനും വാക്ക് പാലിക്കാം. സത്യം? സത്യം. ഏ